സ്നേഹപ്പെട്ട എല്ലാവർക്കും വേറിട്ട കാഴ്ചകളിലേക്ക് സ്വാഗതം. വളരെ സങ്കീർണമായിരിക്കുമ്പോൾ തന്നെ വളരെ ലളിതവുമാണ് സംഗീതം എന്ന മഹാപ്രതിഭാസം. അത് അനാഹതനാദമായി പ്രകൃതിയിൽ സദാ നിറഞ്ഞു നിൽക്കുന്നു. ആഹത ശബ്ദമായി ജീവിവർഗത്തിന്റെ ദേഹിയിലും പരന്നൊഴുകുന്നു. വ്യാകരണ ശുദ്ധിയോടെ അത് അഭ്യസിക്കാൻ ഒരു ജന്മം മുഴുവൻ ചെലവഴിക്കാം. ഒന്നും പഠിക്കാതെ പാട്ടുകൾ പാടാം. പഠിച്ചാൽ പഠിച്ച പോലെ പാടാനാവൂ. പഠിച്ചില്ലെങ്കിൽ സ്വയം ചിട്ടപ്പെടുത്തുന്ന ഈണത്തിൽ സ്വതന്ത്രമായി ആലപിക്കുകയും ചെയ്യാം. സംഗീതം ശാസ്ത്രീയമായി അഭ്യസിക്കാതെ മലയാളത്തിലെ നാടക ചലച്ചിത്രങ്ങളിലൂടെ ജനപ്രിയമായി തീർന്ന പാട്ടുകൾ പാടുകയും അവയിൽ ഓരോന്നിന്റെയും ചരിത്രം വിശദീകരിക്കുകയും ചെയ്യുന്ന കവിയും എഴുത്തുകാരനുമായ ചരിത്രകാരൻ വിനോദ് കുമാർ തള്ളശ്ശേരി എന്ന എയർപോർട്ട് അതോറിറ്റി ഉദ്യോഗസ്ഥനാണ് വേറിട്ട കാഴ്ചകളിൽ ഇന്ന് അതിഥിയായി എത്തുന്നത്. കാണാനുള്ളത് കരളിൽ പകരാൻ, കാണാനുള്ളത് കരളിൽ പകരാൻ ഞാനുണ്ടല്ലോ ചാരെ, കണ്ണായി ഞാനുണ്ടല്ലോ ചാരേ. ഞങ്ങൾ വൈകുന്നേരമൊക്കെ ഇടയ്ക്ക് ഇരുന്നിങ്ങനെ പാട്ട് പാടും. അപ്പോൾ ഒരിക്കൽ നമ്മുടെ ഗ്രൂപ്പിൽ വല്ലപ്പോഴും കൂടി ഇരിക്കുന്ന കവി ഒരു ശ്രീജിത്ത് അരിയല്ലൂർ കവി ശ്രീജിത്താണ് എന്നോട് ചോദിച്ചത്, വിനോദേട്ടൻ പാട്ടിനെ കുറിച്ച് എഴുതുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്, ഇത് രണ്ടും കൂടി ചേർത്തിട്ട് എന്തുകൊണ്ടും ഒരു പരിപാടിയിലേക്ക് വന്നുകൂടാ എന്ന് ശ്രീജിത്തിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. അപ്പം എനിക്കും തോന്നി, എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ആശയം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു നല്ല ആശയമാണ് എനിക്ക് തോന്നി. അപ്പോൾ ആദ്യം ഞാനൊരു വളരെ റഫായിട്ടൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി. എന്നിട്ട് ഞാൻ പരപ്പനങ്ങാടിയിലെ എൻ്റെ കുറച്ച് സംഗീതമായിട്ടും സാഹിത്യമായിട്ടും ബന്ധപ്പെട്ട ഒരു 10-20-25 ആളുകളെ വിളിച്ചു. എന്നിട്ട് ഞാൻ അവരുടെ മുമ്പിൽ ഇതൊന്ന് അവതരിപ്പിച്ച് നോക്കി. അവതരിപ്പിച്ചപ്പോൾ അവർ കുറേ സജഷൻസ് പറഞ്ഞു. പക്ഷേ പൊതുവെ അതൊരു ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു. കുറേ സജഷൻ പറഞ്ഞു. അതുകൊണ്ട് ഞാനത് വളരെ പരത്തിയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അവർ പ്രധാനമായിട്ടും പറഞ്ഞത് കുറച്ചും കൂടെ ഒന്ന് ഫോക്കസ്ഡ് ആവണം, എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതിൽ ക്ലിയറായിട്ട് അതിലേക്കുള്ള കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ച് പറയാൻ ശ്രമിക്കണം, വല്ലാതെ പരത്തി പറഞ്ഞാൽ എവിടെ എത്തൂല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ സ്ക്രിപ്റ്റിനെ ഒന്നും കൂടി റീറൈറ്റ് ചെയ്തിട്ട് വീണ്ടും നമ്മുടെ നവജീവൻ വായനശാല ഞാനൊക്കെ വായിച്ച് വളർന്ന അവരാണ് എനിക്ക് ആദ്യം ഇതിനൊരു വേദി ഉണ്ടാക്കി തന്നത്. അവിടെ ഞാൻ പബ്ലിക്കിൽ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പരപ്പനങ്ങാടി ടൗണിൻ്റെ മധ്യത്തിൽ ഒരു സ്റ്റേജിൽ ഈ പരിപാടി അവതരിപ്പിച്ചു. അവിടുന്ന് കിട്ടിയ ഫീഡ്ബാക്ക് വളരെ വളരെ നല്ല ഫീഡ്ബാക്കായിരുന്നു. അങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ധൈര്യം ഉണ്ടായത്. ഇത് ONV എന്ന മലയാളത്തിൻ്റെ മഹാകവിയെ അനുസ്മരിച്ചുകൊണ്ടുള്ള ഒരു പാട്ടരങ്ങാണ്. ONVയുടെ കവിതകളും പാട്ടുകളും മാത്രം ഉൾക്കൊള്ളിച്ചുള്ള ഒരു പാട്ടരങ്ങ്. ഞങ്ങളുടെ കണ്ണനയും അപഹരിച്ചു നിങ്ങൾ, ഞങ്ങളുടെ സർവസ്വം അപഹരിച്ചു, ചുട്ടരിച്ചു നിങ്ങൾ ഗോകുലം, ഞങ്ങളുടെ പൈക്കളയും മാട്ടിത്തെളിച്ചു. നമ്മളെ സംബന്ധിച്ചിടത്തോളം പാട്ടുകൾ ഒരിക്കലും വെറും പാട്ടുകളല്ല. പാട്ടുകളിലൂടെ ശരിക്കും ഒരു സഞ്ചാരം നടത്തിയാൽ നമ്മുടെ കേരള സമൂഹത്തിൻ്റെ ഇന്നലകളെ വളരെ കൃത്യമായിട്ട് നമ്മുടെ പാട്ടുകളിൽ വരച്ചിട്ടുണ്ട്. ആ പ്രത്യേകതകൾ പലപ്പോഴും നമ്മൾ പാട്ട് വെറുതെ കേട്ടു പോകുന്ന ഒരാൾ ശ്രദ്ധിക്കാറില്ല. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ കൂടി ഞാൻ ഈ പാട്ടുകളെ കുറിച്ച് പറയാറുണ്ട്. കേൾക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർ കേട്ടുകൊണ്ടിരുന്ന പാട്ട് തന്നെ ഒരു പുതിയ പാട്ടായിട്ട് അവർക്ക് അനുഭവപ്പെടും. സ്ക്രിപ്റ്റ് വെച്ചിട്ടാണ്. സ്ക്രിപ്റ്റ് ഞാൻ ആദ്യം തയ്യാറാക്കും. അത് പിന്നെ പറഞ്ഞ മാതിരി ചില ഓഡിയൻസിന് വേണ്ടിയിട്ട് സ്ക്രിപ്റ്റുകളിൽ മാറ്റം വരുത്തും. ONVക്ക് വേണ്ടിയിട്ട് ഞാൻ സ്ക്രിപ്റ്റ് പരിപൂർണമായിട്ടും പൊളിച്ചെഴുതി. ONVയുടെ മാത്രം പാട്ടുകൾ പിന്നെ ഉൾക്കൊള്ളിക്കുന്നതാവുമ്പോൾ അതിനെ ഒരു കണ്ടിന്യൂറ്റി വരാൻ വേണ്ടിയിട്ട് സ്ക്രിപ്റ്റ് ഞാൻ മാറ്റുന്നുണ്ട്. അല്ലാത്തത് ഒരു മാസ്റ്റർ സ്ക്രിപ്റ്റ് ഉണ്ട്. അതിൽ പിന്നെ ചിലത് ഒഴിവാക്കുകയും ചിലർ ആഡ് ചെയ്യുകയും മാത്രം ചെയ്യുന്നുള്ളൂ. മലബാറിൻ്റെ ഒരു സംഗീതം എന്ന രീതിയിൽ മാത്രമല്ല പാട്ടരങ്ങ് വരുന്നത്. പാട്ടരങ്ങിൽ മലയാളത്തിൻ്റെ മൊത്തം പാട്ടിൻ്റെ ചരിത്രം വരുന്നുണ്ട്, അതിൻ്റെ അതത് കാലത്തെ രാഷ്ട്രീയം വരുന്നുണ്ട്, ഭാഷ വരുന്നുണ്ട്, സൗന്ദര്യം വരുന്നുണ്ട്. ഏറ്റവും പുതിയ കാലഘട്ടത്തിൽ എങ്ങനെയാണ് സിനിമാ സംഗീതം
പഴയ കാലത്തെ പോലെ ആളുകളെ തൊടാതെ പോകുന്നതെന്നുള്ള അന്വേഷണം വരുന്നുണ്ട്. ആ രീതിയിൽ ഏത് കാലത്തും നമുക്കറിയാം നമ്മുടെ പഴയ പാട്ടുകളാണ് ഇപ്പോഴും സൂപ്പർ ഹിറ്റുകളായിട്ട് പലപ്പോഴും നമ്മളെ മുമ്പിലേക്ക് തിരിച്ചു വരുന്നത്. ആ പാട്ടുകൾ മലയാളിക്ക് മറക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ പാട്ടരങ്ങ് എന്നുള്ള പരിപാടിയും വിജയിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അനുരാഗ നാടകത്തിൻ അന്ത്യമാം രംഗം തീർന്നു, അരങ്ങിതിലാളൊഴിഞ്ഞു, കാണികൾ വേർപിരിഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ പരപ്പനങ്ങാടി ചർമ്മങ്കലം തള്ളശ്ശേരി വേലായുധന്റെയും ജാനകിയുടെയും മകൻ വിനോദ് കുമാർ ഒരർത്ഥത്തിൽ സംഗീതത്തെ ശ്രുതി താളരാഗങ്ങളുടെ ദൃഢതരമായ ചട്ടക്കൂടിൽ നിന്ന് പുറത്തെടുത്ത് ശ്രാവ്യ സുഖം കളയാതെ തന്നെ കൂടുതൽ ജനകീയമാക്കാമോ എന്നാണ് അന്വേഷിക്കുന്നത്. ജണ്ഡസ്വര വരിശികളുടെ കൃത്യമായ ആരോഹണാവരോഹണങ്ങൾ വിട്ടുവീഴ്ചയില്ലാത്ത നിർബന്ധത്തോടെ ഗുരുമുഖത്ത് നിന്ന് അഭ്യസിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഓരോ ഗാനത്തിന്റെയും ഈണങ്ങൾക്കകത്തുള്ള ഇതര സാധ്യതകൾ അന്വേഷിക്കാനുള്ള സ്വാതന്ത്ര്യം വിനോദിന് സ്വയം അനുവദിക്കാൻ കഴിയുന്നു. താനേ തിരിഞ്ഞും മറിഞ്ഞും തൻ താമരമെത്തയിലുരുണ്ടും മയക്കം വരാതെ മാനത്ത് കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ. സംഗീതത്തെക്കുറിച്ചുള്ള എൻ്റെ ഏറ്റവും ആദ്യത്തെ ഓർമ്മ എൻ്റെ പുസ്തകത്തിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. അന്ന് റേഡിയോ ഒന്നും, വീടുകളിൽ പോലും റേഡിയോ ഒന്നുമില്ല. ഞങ്ങൾക്ക് ഇവിടെ ഈ നവജീവൻ വായനശാലയുടെ ഒരു ഗ്രാമീണ റേഡിയോ ഉണ്ടായിരുന്നു. ആ ഗ്രാമീണ റേഡിയോയിൽ വൈകുന്നേരം ചലച്ചിത്ര ഗാനങ്ങൾ പ്രക്ഷേപണം ചെയ്യും. 5:30 മറ്റോ, വൈകുന്നേരം 5:30. സംഗീതത്തെക്കുറിച്ചുള്ള പാട്ടുകളെക്കുറിച്ചുള്ള എൻ്റെ ഏറ്റവും ആദ്യത്തെ ഓർമ്മ ഈ പാട്ടുകൾക്ക് വേണ്ടിയിട്ട് എൻ്റെ മുറ്റത്തിൻ്റെ വടക്ക് പടിഞ്ഞാറേ മൂലയിൽ നിന്നിട്ട് ചേച്ചി ഈ പാട്ടുകൾക്ക് വേണ്ടി കാതോർക്കുന്നതാണ്. അന്ന് ചേച്ചി ഇങ്ങനെ പല പാട്ടുകളും മൂളിക്കൊണ്ട് നടക്കുമായിരുന്നു. അന്ന് എനിക്കെപ്പോഴും ഓർമ്മ ചേച്ചി അന്ന് മൂളിയിരുന്നൊരു പാട്ട് എന്താണ്, AM രാജയുടെ ഒരു പാട്ടുണ്ടായിരുന്നു. ആകാശഗംഗയുടെ കരയിൽ അശോകവനിയിൽ ആരെ ആരെ തേടി വരുന്നു വസന്ത പൗർണമി നീ. പിന്നെ പാട്ട് പാടുക എന്നുള്ള വളരെ സ്വാഭാവികമായിട്ട് വന്നൊരു കാര്യമാണ്. നമ്മൾ അതിനായിട്ടൊരു എഫേർട്ടൊന്നും എടുത്തിട്ടില്ല. ഏതോ ഒരു ഘട്ടത്തിൽ എനിക്ക് മനസ്സിലായി തോന്നുന്നു ഞാൻ പാടാൻ പറ്റും. ഞാൻ 3ാം ക്ലാസ്സിലോ 4ാം ക്ലാസ്സിലോ പഠിക്കുന്ന സമയത്ത് ഒരു ആലീസ് ടീച്ചർ ഉണ്ടായിരുന്നു. ആ ടീച്ചർ നല്ല വെളുത്ത് മനോഹരിയായ ടീച്ചർ. ഞാനാണെങ്കിൽ കറുത്ത് മെലിഞ്ഞിട്ടുള്ള കുട്ടി. ടീച്ചർ എന്നെ വിളിച്ചിട്ട് ഇടയ്ക്ക് പറയും, പാട്ട് പാടാൻ പറയും. അത് സ്കൂളിൽ നിന്ന് 3ാം ക്ലാസ്സിലോ 4ാം ക്ലാസ്സിലോ ആണ്. അപ്പം അന്ന് പാടിയിരുന്ന ഓർമ്മ. ഇതൊക്കെയാണ് എൻ്റെ പാട്ടുകളെക്കുറിച്ച് വളരെ ആദ്യകാല ഓർമ്മകൾ. പാട്ടൊക്കെ പഠിക്കുക എന്നുള്ളത് പറയാൻ പോലുമുള്ളൊരവസ്ഥ ഉണ്ടായിരുന്നില്ല. പിന്നെ അതിൻ്റെ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. പാട്ട് പഠിപ്പിക്കുന്ന ആളുകൾ എനിക്ക് തോന്നുന്നില്ല പരപ്പനങ്ങാടി ആരെങ്കിലും പാട്ട് പഠിപ്പിച്ചിരുന്ന ആളുണ്ടായിരുന്നതായിട്ടൊന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷെ കുറച്ചുകൂടി മുതിർന്നപ്പോൾ തോന്നി, യെസ്, പാട്ട് പഠിച്ചിരുന്നെങ്കിൽ എന്ന് ഒരു തോന്നലായിട്ട് ഉള്ളിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പോഴങ്ങനെ തോന്നുന്നൊന്നുമില്ല. ഇപ്പം എനിക്ക് തോന്നുന്നു സംഗീതം ചിട്ടയായിട്ട് അഭ്യസിച്ചിരുന്നെങ്കിൽ പലപ്പോഴും നമ്മൾ പാടുന്ന പാട്ടുകളൊന്നും ഈ രീതിയിൽ പാടാൻ പറ്റില്ല എന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒരുപാട് എക്സ്പോസ് ചെയ്യാൻ ഒരുപാട് അവസരങ്ങളുണ്ട്. അന്നൊന്നും ഞങ്ങൾക്കത് ഉണ്ടായിരുന്നില്ല. അത് അന്ന് അങ്ങനെ സംഗീതം പഠിക്കാനൊക്കെ അവസരം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു വിനോ കുറേയും കൂടിയൊക്കെ ഒരു ഉയർന്നതിലേക്ക് എത്തുമായിരുന്നു. സംഗീതത്തിൻ്റെ അടിസ്ഥാനങ്ങൾ പഠിക്കാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നെങ്കിൽ. പിന്നെ ഇപ്പം അത്യാവശ്യം എഴുതുകയാണ്. 2 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു. ഒരു അനുഭവക്കുറിപ്പ് എന്ന് പറയുന്ന രീതിയിൽ ഒരു എന്താ പറയുക, സ്പന്ദിക്കുന്ന കരിയിലകൾ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചു. അത് ഞങ്ങളുടെ വായനശാലയാണ് പ്രസിദ്ധീകരിച്ചത്. പിന്നെ ഒരു ഭൂപടത്തിലില്ലാത്ത കവിതകൾ എന്ന് പറഞ്ഞിട്ട് ഒരു കവിതാ പുസ്തകം പ്രസിദ്ധീകരിച്ചു. കവിത എഴുതാറുണ്ട്. പിന്നെ അപ്പം അത്യാവശ്യം ചില പ്രസിദ്ധീകരണ ചന്ദ്രിക ആഴ്ചപ്പതിപ്പിൽ, പത്രങ്ങളിലും മാധ്യമം പത്രങ്ങളിലൊക്കെ ചെറിയ ആർട്ടിക്കിൾസ് റിലേറ്റഡ് ടു മ്യൂസിക്, സംഗീതവുമായിട്ട് ബന്ധപ്പെട്ട ഈ ചില ആർട്ടിക്കിൾസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വീടിന് ഇടനാഴികൾ വേണം, അടുക്കളയ്ക്ക് ഉമ്മറത്തേക്കു നടക്കാൻ, കിടപ്പുമുറിക്കും ഭക്ഷണമുറിക്കും
രുചികൾ പങ്കുവയ്ക്കാൻ വീടിന് ഇടനാഴികൾ വേണം. പുരുഷന്മാര് ആണ് കേരളത്തിൽ ഈ സാമൂഹ്യ രംഗത്ത് കൂടുതൽ ഇടപെടുന്നത്. സ്ത്രീകൾ വളരെ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. പുരുഷന്മാരുടെ ഈ സാമൂഹ്യ ഇടപെടലുകളുടെ ഫലം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ദോഷം അനുഭവിക്കുന്ന എപ്പോഴും സ്ത്രീകളാണ്. സ്ത്രീകൾ വീട്ടിൽ ചെയ്യുന്ന ഒരു ത്യാഗത്തിൻ്റെ ഭാഗമായിട്ടാണ് നമുക്കിത് ചെയ്യാൻ പറ്റുന്നത്. പാട്ടരങ്ങ് നല്ല ആസ്വദിക്കാൻ പറ്റുന്നൊരു സംഗതിയാണ്. ഇവർ പണ്ടേ ഞങ്ങൾ മദ്രാസിലും ഡൽഹിയിലൊക്കെ ഉണ്ടായിരുന്നപ്പം ഈ മലയാളി അസോസിയേഷൻ്റെ ഒരു ഫങ്ഷനൊക്കെ ഉണ്ടാവും, കൂട്ടായ്മ. അപ്പം അതിലൊക്കെ ഇവർ ഈ കോമ്പിയറിംഗ് എല്ലാം നടത്തുമ്പോൾ ഒക്കെ എല്ലാവരും നല്ല അഭിപ്രായങ്ങൾ പറയാറുണ്ട്. നല്ല ഒരു ഇതായിട്ട് തോന്നാറുണ്ട്. ONV നമ്മൾ വിട്ടുപിരിഞ്ഞിട്ട് ഒരു വർഷം പിന്നിടും. പക്ഷേ ONVയുടെ അഭാവം നമ്മൾ അറിയുന്നേയില്ല. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം പാട്ടുകളായി, കവിതകളായി നമ്മളെ ഓരോരുത്തരെയും എന്നും തലോടിക്കൊണ്ടിരിക്കുന്നു. ഞാൻ എല്ലായ്പ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. അപ്പം എൻ്റെ ശ്രീമതി എപ്പോഴും പറയുന്നത് അത് തന്നെയാണ്. എന്തെങ്കിലും കമ്പ്യൂട്ടറിൽ, പ്രധാനമായിട്ട് കമ്പ്യൂട്ടറിന് പിള്ളേരും ഒന്നുകിൽ വായിക്കും, അല്ലെങ്കിൽ പാട്ട് കേൾക്കും, അല്ലെങ്കിൽ എഴുതും. എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ വേറൊരു അതേ സമയത്ത് തന്നെ ഞാനൊരു ടൈം ഫ്രെയിം വെച്ചിട്ടൊന്നല്ല ചെയ്യുന്നത്. ഞാൻ പൊതുവെ മടിയനാണ്. ഒരു സാധനം എഴുതണം എന്ന് തീരുമാനിച്ചാൽ അതിങ്ങനെ കുറേ നാൾ മനസ്സിലിങ്ങനെ കിടക്കും. പിന്നെ എഴുതിയാൽ തന്നെ പലതവണ അങ്ങനെ എഡിറ്റ് ചെയ്ത് ഒരു 2-3 പേജ് ലേഖനമാണെങ്കിൽ പോലും ഞാനിപ്പോൾ ഒരാഴ്ച സമയമെടുത്തിട്ടാണ് അത് ചെയ്യാറ്. അപ്പോൾ ഞാനിതിനെപ്പറ്റി അടുത്ത കാലത്ത് ഞാൻ എഴുതിയ ലേഖനം ചന്ദ്രിക ആഴ്ചപ്പപ്പോഴാണ് പ്രസിദ്ധീകരിച്ചത്. അത് ഞാൻ ആദ്യത്തെ പാട്ട് ഞാൻ ഒരു 2 ദിവസം കൊണ്ട് എഴുതി തീർത്തു. പക്ഷേ പിന്നീട് അത് എഡിറ്റ് ചെയ്ത് മൊത്തം സമയം എടുക്കുമ്പോൾ ഏതാണ്ട് ഒരാഴ്ച എടുത്തു. ആകെ 3 പേജോ 4 പേജോ ഉള്ളൂ ആർട്ടിക്കിൾ. അങ്ങനൊരു രീതിയാണ് എൻ്റെ രീതി. അപ്പം പലപ്പോഴും വാരികക്കാർ ആവശ്യപ്പെടുന്ന സമയത്ത് എനിക്ക് കൊടുക്കാൻ പറ്റാറില്ല. ബാബുക്ക ഉള്ള കാലം അല്ലെങ്കിൽ അതിനു മുമ്പ് നമ്മൾ കോസ്റ്റൽ ഏരിയ, മലബാറിൻ്റെ കോസ്റ്റൽ ഏരിയ മുഴുവൻ ഹിന്ദുസ്ഥാനിയുടെ ഒരു കേന്ദ്രമായിരുന്നു. അപ്പോൾ നമ്മൾ വലിയ അക്ഷരാഭ്യാസം ഇല്ലാത്ത ആൾക്കാർ പോലും ഹിന്ദുസ്ഥാനി സംഗീതം ആസ്വദിക്കുന്നവർ ഇവിടെ താന്നൂർ, പരപ്പനങ്ങാടി, പൊന്നാനി, കോഴിക്കോട് ഉണ്ട്. ബാബുക്കൊക്കെ അങ്ങനെ ആ സദസ്സുകളിൽ പാടി വന്നിരുന്ന ആളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പാരമ്പര്യം ഞങ്ങളൊക്കെ മനസ്സിലുണ്ട്. വിനോദിൻ്റെ പാട്ടരങ്ങിൻ്റെ പിന്നിലുണ്ട്. പുരാണബദ്ധമായ തോറ്റംപാട്ടുകളിലും വീരചരിതങ്ങൾ രേഖപ്പെട്ടു കിടക്കുന്ന വടക്കൻ പാട്ടുകളിലും മാത്രമല്ല, ജനപ്രീതിയേറിയ നാടക സിനിമാ ഗാനങ്ങളിലും നാടിന്റെ ചരിത്രം അന്തർലീനമായിട്ടുണ്ടെന്ന് വിനോദ് കുമാർ കണ്ടെത്തുന്നു. ഓരോരോ പാട്ടിനും അതിൻ്റെതായ രാഷ്ട്രീയവും സാമൂഹ്യ ശരീരവും ഉണ്ട്. കവിതകൾ അധികവും സ്വകാര്യ സ്വത്തായാണ് രൂപപ്പെടുന്നതെങ്കിൽ പാട്ടുകൾ മിക്കപ്പോഴും പൊതു ആവശ്യങ്ങൾക്കായി എഴുത്തുകാരനും സംഗീതജ്ഞനും ചേർന്ന് നിർമ്മിക്കുന്ന നാദസൗധങ്ങളാണ്. അവയുടെ നിർമ്മാണ ചരിത്രത്തിൽ ഇറങ്ങി നിന്നുകൊണ്ട് കേൾക്കുമ്പോൾ അർത്ഥത്തിലും ഈണത്തിലും പ്രത്യക്ഷമാകുന്ന പുതിയ അടരുകൾ കാട്ടിത്തരാനാണ് പാട്ടരങ്ങിലൂടെ കവി കൂടിയായ വിനോദ് കുമാർ ശ്രമിക്കുന്നത്. സിനിമാ ഗാനങ്ങൾ കുറിച്ചുള്ള ആലോചന ശരിക്കും തുടങ്ങുന്നത് നാടകഗാനങ്ങൾ തന്നെയാണ്. കാരണം ആ നാടകഗാനങ്ങളുടെ തുടർച്ചയായിട്ട് തന്നെയാണ് മലയാളത്തിൻ്റെ സ്വന്തമായിട്ടുള്ള സിനിമാ പാട്ടുകൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ രാഘവ മാഷൊക്കെ തുടങ്ങി വെച്ച്, ശരിക്കും പറഞ്ഞാൽ മലയാളിത്വം തുടങ്ങി വെച്ചത് രാഘവ മാഷാണെങ്കിലും നാടകത്തിൽ അത് ഓൾറെഡി ദേവരാജ മാഷും ONVയും ചെയ്തു വെച്ചിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് രാഘവ മാഷ് നീലക്കുയിലേക്ക് എത്തുന്നത്. മാപ്പിളപ്പാട്ടിൽ ഞാൻ ഇതുവരെ ആ രീതിയിലൊരു അന്വേഷണം നടത്തിയിട്ടില്ല. മാപ്പിളപ്പാട്ടിൻ്റെ സ്റ്റൈലിൽ തന്നെയാണ് ഇപ്പോൾ നീലക്കുയിലിലെ കായലരികത്ത് ചെയ്തതും ഇതൊക്കെ മാപ്പിളപ്പാട്ടിൻ്റെ സ്റ്റൈലിൽ ചെയ്തിട്ടുള്ള പാട്ടുകളാണ്. ആ രീതിയിലുള്ള പാട്ടുകളിലേക്ക് മാത്രമേ ഞാൻ ഇതുവരെ ആലോചിച്ചിട്ടുള്ളൂ. കവിയാണോ, ബ്ലോഗ് എഴുത്തുകാരനാണോ, പാട്ടുകാരനാണോ, പാട്ടിൻ്റെ വിലയിരുത്തി എഴുതുന്ന ഒരാളാണോ എന്നിപ്പോൾ കൃത്യമായി അടയാളപ്പെടുത്താത്ത വിധത്തിൽ വേറിട്ട് നിൽക്കുന്ന ഒരാൾ തന്നെയാണ്. കവി എന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹം സ്വീകരിച്ചൊരു പാത, അദ്ദേഹം തിരിച്ചറിഞ്ഞ യഥാർത്ഥങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതിനകത്തൊരു ഇടപെടൽ നടത്താനാണ് ആൾ ശ്രമിക്കുന്നത്. അതിനകത്ത് രാഷ്ട്രീയമുണ്ട്, അദ്ദേഹത്തിൻ്റെ നാടുണ്ട്,
അടുത്ത ബന്ധങ്ങളുണ്ട്, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളുണ്ട്, സമീപനങ്ങളെല്ലാം ആ കവിതയിൽ കൃത്യമായി ഉൾച്ചേർന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. തങ്കക്കിനാവിങ്കൽ ഏതോ സ്മരണ തൻ തങ്കക്കിനാവിങ്കൽ ഏതോ സ്മരണ തൻ തമ്പുരു ശ്രുതി മീട്ടി നീ വന്നു. പാട്ടുകളിൽ ഉണ്ടായിട്ടുള്ള മാറ്റത്തിനെ പറ്റി പറയുന്ന സമയത്ത് നമ്മുടെ സിനിമയിൽ ഉണ്ടായിട്ടുള്ള മാറ്റത്തിനെ കുറിച്ച് പറയേണ്ടി വരും. കാരണം പാട്ടുകൾ ഉണ്ടാവുമ്പോൾ, പാട്ടുകൾ രൂപപ്പെടുമ്പോൾ അതൊരിക്കലും സ്വതന്ത്രമായിട്ടല്ല രൂപപ്പെടുന്നത്. സിനിമാ പാട്ടുകളും നാടകഗാനങ്ങളും ഒക്കെ അതൊരു സിനിമയുടെ അല്ലെങ്കിൽ നാടകത്തിൻ്റെ സ്ക്രിപ്റ്റ്, അതിലത്തെ കഥാപാത്രങ്ങൾ, അതിൻ്റെ കഥാപശ്ചാത്തലം, ഇപ്പോൾ മുസ്ലിം പശ്ചാത്തലമാവാം, പിന്നെ താഴെക്കിടയിലുള്ള ആളുകളുടെ ഒരു തൊഴിലാളി കുടുംബത്തിൻ്റെ പശ്ചാത്തലമാവാം, അതിനനുസരിച്ചാണ് പാട്ടുകൾ ഉണ്ടാകുന്നത്. സിനിമയിൽ നമ്മുടെ ഏറെക്കുറെ കേരളത്തിൽ പിന്നെ താഴേക്കിടയിൽ ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകളുടെ എണ്ണം കുറയുന്നതിനനുസരിച്ചിട്ട് സിനിമയിൽ നിന്നും അവർ ഏറെക്കുറെ അപ്രത്യക്ഷമായിട്ടുണ്ട്. ഇന്ന് നമ്മുടെ സിനിമകൾ പറയുന്നത് മധ്യവർത്തികളെ കുറിച്ച് മാത്രമാണ്. ഉദാഹരണത്തിന് തെരുവിൻ്റെ പാട്ടുകൾ. ഇപ്പം നമ്മുടെ സിനിമയിൽ തെരുവിൻ്റെ പാട്ടുകളില്ല. കാരണം നമ്മുടെ സിനിമയിൽ തെരുവുകൾ തന്നെ ഇല്ലാതെയായിട്ടുണ്ട്. പക്ഷേ പ്രണയ ഗാനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോഴും വളരെ കൺസർവേറ്റീവാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഏറ്റവും അടുത്ത കാലത്ത് ആക്ഷൻ ഹീറോ ബിജുവിലുണ്ടായിട്ടുള്ള പാട്ട്, ആ പാട്ട് വളരെ കാൽപ്പനികമായ പാട്ടാണ്. പൂക്കൾ പനിനീർ പൂക്കൾ നീയും കാണുന്നുണ്ടോ. അവിടെ നമ്മളിപ്പോഴും പ്രണയമായിട്ട് പാട്ടുകളായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ ഇപ്പോഴും നമ്മൾ പഴയ രീതിയിൽ തന്നെയാണ് പാട്ടുകൾ ചെയ്യുന്നത്. മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ മാഞ്ചുവട്ടിൽ. നാടകവും സിനിമയുമായുള്ള നാഭീനാളബന്ധം അറ്റുപോയാലും പാട്ടുകൾ ദീർഘകാലം സ്വതന്ത്രമായി ജീവിക്കുന്നു എന്ന് അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട്. പലപ്പോഴും ജൈവിക പരിണാമത്തിന് വിധേയമായി വളരുക പോലും ചെയ്യുന്നുണ്ട് പാട്ടുകൾ. പാട്ടുകളുടെ അർത്ഥസാന്ദ്രതയേക്കാൾ ഈണത്തിന്റെ ചാരുതയും പ്രകാശവുമാണ് അവയെ സ്മൃതിയുടെ ഇരുട്ടിലേക്ക് തള്ളാതെ നിലനിർത്തുന്നത് എന്നും വിനോദ് കുമാറിലെ ഗവേഷകൻ നിരീക്ഷിക്കുന്നു. മൂകസങ്കൽപ്പം പോലെ മാടി വിളിക്കാതെ നീ വന്നു. ഞാൻ വിചാരിക്കുന്നത് ഒരു കമ്മിറ്റഡ് കേൾവിക്കാരുണ്ടെങ്കിൽ മാത്രമേ പാട്ടരങ്ങ് അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്കൊരു ഉത്സവ പറമ്പിൽ പാട്ടരങ്ങ് അവതരിപ്പിക്കാൻ പറ്റില്ല. ഒരു കല്യാണത്തിൻ്റെ ഗാനമേള അവതരിപ്പിക്കുന്ന മാതിരി പാട്ടരങ്ങ് അവതരിപ്പിക്കാൻ പറ്റില്ല. അതിനൊരു കമ്മിറ്റഡ് കേൾവിക്കാർ വേണം. ഞാൻ പാട്ടരങ്ങ് ചെയ്യുന്നത് സംഗീത സംവിധായകരുകളിലൂടെ തന്നെയാണ് യാത്ര പോകുന്നത്. കാരണം അടുത്ത കാലത്താണ് അത് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതെങ്കിലും ഒരു പാട്ടിൻ്റെ യഥാർത്ഥ സ്രഷ്ടാവ് എന്ന് പറഞ്ഞ സംഗീത സംവിധായകൻ തന്നെയാണ്. അടുത്ത കാലത്ത് വരികൾക്ക് പാട്ടിൽ അത്ര വലിയൊരു പ്രാധാന്യമില്ല എന്നുള്ളൊരു തോന്നൽ ഇപ്പോൾ പുതിയ കാലത്ത് ഉണ്ടായി വരുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ് അവർ ഈ ഉച്ചാരണത്തിൽ കൃത്യമായത് ശ്രദ്ധിക്കാൻ ശ്രദ്ധിക്കുന്നതും അവരെ കൊണ്ട് അത് ചെയ്യിക്കാൻ സംഗീത സംവിധായകർക്ക് കഴിയാതെ പോകുന്നത് അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ എപ്പോഴും പാട്ടിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് പാട്ടിൻ്റെ ലയം, ആ പാട്ടിൻ്റെ വരികളും സംഗീതവും തരുന്ന ഫീല് പാട്ടുകളിൽ കൊടുക്കാൻ പറ്റുന്നുണ്ടോ എന്നാണ് ഞാൻ ഏറ്റവും നോക്കുന്നത്. കഥാവിശേഷൻ എന്ന സിനിമയിൽ എം ജയചന്ദ്രൻ ചെയ്തിട്ടുള്ള പാട്ട്, ഗിരീഷ് പുത്തഞ്ചേരി വരികളുടെ അതിമനോഹരമായ അതിശക്തമായ വരികൾ, എനിക്കെടുത്തു പറയാവുന്ന ഒരു പാട്ട് അതാണ്. കണ്ണു നട്ട് കാത്തിരുന്നിട്ടും എൻ്റെ കരളിൻ്റെ കിനാവ് പാടം കൊയ്തെടുത്തതാരാണ്, ഓ കൊയ്തെടുത്തതാരാണ്. നവസാമൂഹ്യ മാധ്യമങ്ങൾ തുറന്നിട്ട സർഗാത്മക ചക്രവാളത്തിലും ഈ ഗാനസ്നേഹി തൻ്റെതായ ഇടം സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട്. കരിയില എന്നും പഴമ്പാട്ട് എന്നുമൊക്കെയാണ് ആ രചനാഗ്രഹങ്ങളുടെ നാമധേയങ്ങളെങ്കിലും അതത്ര കരിഞ്ഞതോ പഴയതോ അല്ലെന്ന് അവിടം സന്ദർശിച്ചവർക്ക് അറിയാം. പച്ചപ്പും ആർദ്രതയും ചരിത്രബോധവും സമ്പന്നമാക്കുന്നവയാണ് വിനോദ് കുമാറിന്റെ ബ്ലോഗ് ആൻഡ് കുറിപ്പുകൾ.
KP ഉദയഭാനുവിന്റെ നിർഭാഗ്യ നിയോഗത്തെക്കുറിച്ചായാലും പാട്ട് നിർത്താൻ നിശ്ചയിച്ച S ജാനകിയെ പറ്റിയായാലും ബാലമുരളി കൃഷ്ണയെ അനുസ്മരിക്കുമ്പോഴായാലും മുഗൾ സാമ്രാജ്യകാലത്തെ കവിയായിരുന്ന മിർസ ഗാലിബിനെ കുറിച്ചായാലും വിനോദ് കുമാർ എഴുതുന്നതൊക്കെ പ്രശ്നത്തിന്റെ കാതൽ തൊട്ടറിഞ്ഞിട്ട് തന്നെയാണ്. ഇടനിലക്കാരനില്ലാതെ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ വായിക്കുന്ന ഒരാളാണെങ്കിലും അയാൾക്ക് എത്തിക്കുക എന്നുള്ളതാണ്. വായനക്കാരൻ ചിലപ്പോൾ ഒരാളായിരിക്കും. എൻ്റെ ബ്ലോഗിൽ വലിയ വായനക്കാരൊന്നുമില്ല. പക്ഷെ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു 10 വായനക്കാരുണ്ടെങ്കിൽ ആ 10 വായനക്കാരിലേക്ക് അത് എത്തിക്കാൻ കഴിഞ്ഞത് ഈ ബ്ലോഗ് എന്നുള്ള മാധ്യമമാണ്. അപ്പോൾ അതിനെ എഴുത്തിനെ ഒരുതരം ജനാധിപത്യവൽക്കരണം, എഴുത്തിൻ്റെ ഒരു തരം ജനാധിപത്യവൽക്കരണം ഈ ബ്ലോഗിൽ നിന്ന് മാത്രം പറയുന്നില്ല, ഈ ഇലക്ട്രോണിക് മീഡിയയിലെ എഴുത്തുകൾ, ബ്ലോഗാണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും ഇപ്പോൾ ലേറ്റസ്റ്റ് വാട്സപ്പ് ആണെങ്കിലും ഒക്കെ അതിനൊരു സാധ്യതയുണ്ട്. ബ്ലോഗ് എന്നുള്ളൊരു മാധ്യമം ഇല്ലായിരുന്നെങ്കിൽ ഞാനൊരു എഴുത്തുകാരനെ അല്ല. ഇടനെഞ്ചിൻ താളമോടെ നെടുവീർപ്പിന്നൂഞ്ചലോടെ ഒരു മഞ്ചൽ തോളിലേറ്റിപ്പോകുകില്ലേ ഓ മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയാ